നല്ല ഒഴുക്കില് പറഞ്ഞോണ്ടിരിക്കുന്നു. ഇത് ഏതാണ് ഈ പെണ്ണ്? എല്ലാ കഥയിലും ഒരു നായിക വേണ്ടേ? ഇവളാണ് ഈ കഥയിലെ നായിക. ആരാ വരുന്നത് നോക്ക്. ഇതാ മരിച്ചുപോയ നമ്പീശൻ മാഷിന്റെ മോളല്ലേ? ആണെങ്കി ഇവളിപ്പോ തീവ്രവാദികളുടെ കൂടെ കേൾക്കുന്നത് ശരിയാ? ശരിയാ. ഇവിടെ അടുത്ത് കുറച്ച് തോക്കും കുഴിബോംബും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെടുക്കാനുള്ള പോക്കാ. CP 4ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ച വർഷമാണ് ഉമ 1ാം ക്ലാസ്സിൽ ചേരാൻ സ്കൂളിലെത്തുന്നത്. തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളിലും 2 കൊല്ലം വീതം പഠിച്ച് CP 9ാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയറിലേക്ക് കടന്നപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ഉമയും 9ാം ക്ലാസ്സിൽ എത്തിയിരുന്നു. വിധി പോലെ പിറ്റേ വർഷം 10ാം ക്ലാസ്സിൽ CPയും ഉമയും ഒരുമിച്ച് പഠിച്ചു. ഉമയറിയാതെ സ്കൂളിന്റെ ബെഞ്ചിൽ മുട്ടിട്ട പ്രേമം CP ഒരുപാട് കാലം മനസ്സിൽ സൂക്ഷിച്ചു. കൊല്ലം കുറെ കഴിഞ്ഞ് നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ ഒരറ്റ കൈ പ്രയോഗത്തിന് CP ഒരുങ്ങി. കൂട്ടുകാരെയും കൂട്ടി ഉമയെ പെണ്ണ് കാണാൻ അത് എവിടെ ചെന്നെത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം. വരുന്ന പാർട്ടി സമ്മേളനത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഗുരുവായ സഖാവ് തേക്കോയുടെ അഭിപ്രായം, അല്ലെ? പന്തംകുളത്തി പ്രകടനവും ജാഥയും പ്രസംഗവും ഒക്കെ ഞങ്ങളെല്ലാവരും തിരക്കിലായിരിക്കും, അല്ലേ സഖാവേ? അതെ അതെ. അതിന് CP എന്ന് പാർട്ടിക്കാരനായി? അതുകൊണ്ടല്ല, CPക്ക് നിലവിൽ ബന്ധുക്കളായിട്ട് ഞങ്ങളൊക്കെ ഉള്ളൂ. എന്ന് ആര് പറഞ്ഞ്? CPക്ക് നിലവിൽ ഒരുപാട് ബന്ധുക്കളുണ്ട്, പിന്നെ ഞാനുണ്ട്. അമ്മേ പോയി പറ. കൃഷ്ണ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ഇവൾക്ക് അവരോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. സംസാരിച്ചോട്ടെ, അതൊക്കെ നീ പതിവുള്ളതല്ലേ. എനിക്ക് സംസാരിക്കേണ്ട അയാളോടല്ല, കൂടെ ഉള്ളവരോടാ. ഉമേ, എന്താ നിന്റെ ഭാവം? ചെമ്പകശ്ശേരി പരമേശ്വരൻ പിള്ള അദ്ദേഹത്തിന്റെ മകനത്. ഇങ്ങനെ ഒരു ആലോചന വന്നത് തന്നെ സുഹൃതം. എന്ത് കൃതായാലും എനിക്ക് സംസാരിക്കണം. കല്യാണത്തിന് എനിക്ക് സമ്മത, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പറഞ്ഞോളൂ. നിങ്ങളോടല്ല, ഇവരോടാ. അറിയാലോ, ഞാനൊരു ആക്ടിവിസ്റ്റാ. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റാ. ഭാര്യയെന്ന് കരുതി അടുക്കളയിൽ തന്നെ കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല. കിടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ചെമ്പകശ്ശേരി വേറെ ഉണ്ട്. പൊതുപ്രവർത്തക ആയതുകൊണ്ട് എനിക്ക് രാവും പകലും എല്ലാം സഞ്ചരിക്കേണ്ടി വരും. മിക്കവാറും രാത്രികളില് വൈകി വീട്ടിലെത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, അതിലാണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അത് രാത്രി വൈകുമെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രസവിക്കാനൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആരും പ്രസവിക്കാറില്ല. ഇയാളേതാ? ഞാൻ വിപ്ലവം വേലായുധൻ, CPയുടെ ചങ്ങാതിയാ. കുട്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് അംഗീകരിക്കാൻ CP തയ്യാറാ അല്ലേ? CPക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോ? തടസ്സമുണ്ട്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്കൊരു തടസ്സമില്ല. അവസാനമായിട്ട് ഒരു കണ്ടീഷൻ. ഇനിയുണ്ടോ കണ്ടീഷൻ? കല്യാണം കഴിക്കാൻ പോകുന്ന ആള് മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് CP എന്ന് വരുന്നു അന്ന് നമുക്ക് കല്യാണം കഴിക്കാം. ഇക്കൊല്ലമായിരുന്നു ഞാനും 10ാം ക്ലാസ് പാസ്സായനെ. എന്റെ റബ്ബേ. CP-ഏട്ടാ, എന്റെ ഓർമ്മയില്ലേ? ഞാനാ സുനന്ദ. പണ്ട് CP-ഏട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. CP-ഏട്ടന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. ഞാൻ ഡൈവേഴ്സാ. ഇപ്പൊ സ്വന്തം വീട്ടിലാ. വീട്ടിലേക്കുള്ള വഴി അറിയാലോ, ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങണം. അമ്മക്ക് എടപ്പാ. CP-ഏട്ടൻ 10ാം ക്ലാസ് പാസ്സാവണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. അല്ലേലും ഈ 10ാം ക്ലാസ് കേൾക്കുന്നതേ എനിക്ക് വെറുപ്പാ. പോട്ടെ, വാ മക്കളെ, വാ. ഒരു കൈ നോക്കുന്നോ CP?
ഇതാകുമ്പോ കുറച്ച് മുൻപരിചയമൊക്കെ ഉണ്ടാവുമല്ലോ. ഫ്രീ ആയിട്ട് 2-3 പിള്ളേരെയും കിട്ടും. അച്ഛൻ സർവീസിലിരുന്നാ മരിച്ചത്. ഉമ്മയ്ക്കറിയാലോ. BEd കഴിഞ്ഞപ്പോൾ ആ ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു. ജോലി കയറുമ്പോൾ തമ്പി എന്നോട് കാശിന്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. അമ്മയ്ക്കറിയില്ലേ ശ്യാമളെ? പിന്നെ എന്നോട് കോളേജിലൊക്കെ ഉണ്ടായിരുന്ന ശ്യാമളയുടെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ശ്യാമളയുടെ ഭർത്താവ് വേണു. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ കുറച്ച് പേര് വരും കേട്ടോ. പെണ്ണ് കാണാനൊന്നും അല്ല, പുഴ സംരക്ഷണ സമിതിക്കാരാ. ഉച്ചയ്ക്ക് ഉണ്ടാൻ അവരും ഉണ്ടാവും. പിരിച്ചുവിടാനുള്ള നോട്ടീസ് എന്നാ തമ്പി തന്നത്? കഴിഞ്ഞ ആഴ്ചയാ. സ്കൂളിൽ തന്നെയുള്ള ചന്ദ്രമാഷിന്റെ ഭാര്യയാണ് അത്ര ഇപ്പോ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അവർ 5 ലക്ഷം രൂപ കൊടുത്തെന്നാ കേട്ടത്. CP, വണ്ടിയുടെ ഗ്യാസ് പോയി. എപ്പോഴും അതെ. അവളുടെ വീടിന്റെ വാതിൽ വരുമ്പോൾ കൃത്യമായിട്ട് നിന്റെ വണ്ടിയുടെ ഗ്യാസ് പോകും. ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ, എങ്ങോട്ടാ? ഉമാദേവി ഒന്ന് കാണണം. ഓ, പെണ്ണ് കാണാൻ പാർട്ടീസാ CP. മിക്കവാറും ആ മൊബൈലിനാവും ചെറുക്കി. ഏയ്, അവനെ കണ്ടിട്ട് 10ാം ക്ലാസ് പാസ്സായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ നിന്നെ കാണാനാ തോന്നിയ. ഇനി നീ വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കും. ധൈര്യമായിട്ടിരിക്കെ, നിന്റെ ജോലി നിനക്ക് തന്നെ കിട്ടും. ഞാൻ ഉണ്ട് കൂടെ. കർണമാഷെ കേറിയിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അവളുടെ വായി നോക്കാൻ ഇവിടെ നിൽക്കണം അവൾ വിചാരിച്ചു കാണും. ഉറപ്പാ. വായി നോക്കണ്ട, ഒന്ന് വേഗം സ്റ്റാർട്ടാക്കണം. ആകണ്ട്. പിന്നെ പെണ്ണ് കാണാൻ വന്നാണോ? എങ്ങനെയാ, 10ാം ക്ലാസ് പാസ്സായോ? ഞാനാണോ 10ാം ക്ലാസ് ഒപ്പിച്ചത്?